ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനേക്കാൾ മികച്ച ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, PSUവിൽ കിട്ടാൻ പോകുന്നത്. PSUകൾ അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ടറിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ എല്ലാ വർഷങ്ങളിലും സംഭവിക്കാറുണ്ട്. പല ആളുകളും ഇത് ശ്രദ്ധിക്കാതെ പോകാറാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് PSUകളിൽ മുൻകാലങ്ങളിൽ ഇത് കോളേജ് പ്ലേസ്മെന്റുകളായിട്ട് കോളേജിൽ നിന്ന് നേരിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതായത് കോളേജുകളിലേക്ക് നേരിട്ട് ONGC, BPCL അതേപോലുള്ള കമ്പനികൾ നേരിട്ട് വന്ന് പ്ലേസ്മെന്റ് നടത്തുന്ന രീതി ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ കമ്പനികളെല്ലാം ഗേറ്റ് ത്രൂ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു പാറ്റേണിലേക്ക് മാറിയതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ PSUകൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഗേറ്റിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ധാരണയിലാണ് ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ഇപ്പൊ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഒരുപാട് അവസരങ്ങൾ ഗേറ്റ് ത്രൂ അല്ലാതെ PSUകൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ വളരെ ചുരുങ്ങിയ ചില എക്സാമ്പിളുകളിലൂടെ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് ഓൾ നോട്ടിഫിക്കേഷൻ ഇൻ വൺ ഷോട്ട്. ഓൾ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ നോട്ടിഫിക്കേഷനും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എത്രത്തോളം നോട്ടിഫിക്കേഷൻസുകൾ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. പലപ്പോഴും ഇത്തരം വീഡിയോസുകൾ, ഇത്തരം നോട്ടിഫിക്കേഷൻസിന്റെ വീഡിയോസുകൾ ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പലപ്പോഴും കിട്ടാതെ പോകുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ അല്ലല്ലേ. അതായത് ഇന്ന മാസം ഇന്നത് വരും. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന സമയത്ത് വരും. PSCകളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാറുണ്ട്. പക്ഷേ PSUകൾ പലപ്പോഴും നിങ്ങൾ അറിയാതെ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ നിരന്തരം എന്ത് ചെയ്യാണ്, PSU വെബ്സൈറ്റുകളിലൂടെ സന്ദർശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ എടുത്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ PSUകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. IOCL ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ എഞ്ചിനീയേഴ്സ് ഗ്രേഡ് A പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഇനി ആരെങ്കിലും അപ്ലൈ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഒരു മികച്ച അവസരം തന്നെയാണ്. അതായത് ഇപ്പൊ സെപ്റ്റംബറിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വേക്കൻസി അതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ടെന്റേറ്റീവ് ആയിട്ടുള്ള വേക്കൻസിയാണ് നമുക്ക് അസ്യൂം ചെയ്യാം. പ്രധാനമായിട്ടും അത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇപ്പോൾ IOCL വിളിച്ചിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഒരേ സമയം തന്നെ ഇപ്പൊ IOCL തന്നെ ഇലക്ട്രിക്കലിന് വിളിക്കുന്നുണ്ടാവും, മെക്കാനിക്കലിന് വിളിക്കുന്നുണ്ടാവും, കെമിക്കലിന് വിളിക്കുന്നുണ്ടാവും. അത് പല പല സമയങ്ങളിലായിട്ടാണ് വിളിക്കുന്നുണ്ടാവുക. ഇപ്പൊ നിലവിൽ IOCL വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആളുകൾക്കും അതേപോലെ തന്നെ ഇപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ കഴിഞ്ഞ ആളുകൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, IOCL നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതേപോലെ രണ്ടാമത് നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ അഥവാ NHPCയുടെ നോട്ടിഫിക്കേഷൻ, ഇതും സെപ്റ്റംബറിലാണ് വന്നിരിക്കുന്നത്. ഓൾറെഡി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 221 ഒഴിവുകളുണ്ട്. അപ്പൊ അതിൽ സിവിൽ ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, EC ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ആളുകൾക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കി, നിലവിൽ ആക്റ്റീവായിട്ട് തന്നെ 2 PSU നോട്ടിഫിക്കേഷൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിൽ വേക്കൻസി നോക്കി അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടാവും കേട്ടോ. IOCL നല്ല വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. അത് കുറവൊന്നായതുകൊണ്ടല്ല അവർ മെൻഷൻ ചെയ്യാത്തത്, അവർ മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ HPCL ആണ് കേട്ടോ. അപ്പൊ ഈ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂണിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. 247 ഒഴിവുകളാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വന്നത് മനസ്സിലാക്കുക. അത് മെക്ക് കഴിഞ്ഞ ആളുകൾക്കും മെക്ക് ഇലക്ട്രിക്കൽ സിവിൽ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരമായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻട്രിയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ PSUകൾ വരുന്ന സമയത്തും, പ്രധാനപ്പെട്ട എല്ലാ PSUകൾ വരുന്ന സമയത്തും നമ്മൾ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അതേപോലെ അടുത്തത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഇപ്പൊ ഈ ബെല്ലും വിളിച്ചിട്ടുണ്ട്, ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ്, BHEL അവരും വിളിച്ചിട്ടുണ്ട് കേട്ടോ നോട്ടിഫിക്കേഷന്. അപ്പൊ ഇതിൽ ഈ ഒരു ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ പ്രൊബോഷണറി എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്കാണ് 229 പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ EC, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, CS കഴിഞ്ഞ ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ ആയിരുന്നു ISROയുടെ സയന്റിസ്റ്റ് പോസ്റ്റ്. ISROയുടെ സയന്റിസ്റ്റ് മാത്രമല്ല വിളിച്ചത്, ടെക്നീഷ്യൻ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ പല പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ISROയുടെ സയന്റിസ്റ്റ് പോസ്റ്റിൽ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നത് മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ആയിരുന്നു. അതിനുശേഷം ഇലക്ട്രിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡിഫറെന്റ് കാറ്റഗറീസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ISROയുടെ സയന്റിസ്റ്റ് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഏപ്രിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. പലപ്പോഴായിട്ട് അതിന്റെ ഒന്നിലധികം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് കേട്ടോ ISROൻ്റെത്. അതിൽ 300ഓളം ഒഴിവുകൾ വന്നിട്ടുണ്ട്. മെക്കാനിക്കലിന് വിളിച്ചു, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കലിന് വിളിച്ചു, എല്ലാ ബ്രാഞ്ചസിലും വിളിച്ചിട്ടുണ്ട്. ഓക്കെ,
ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ ആണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എയർ ട്രാഫിക് കൺട്രോളർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സാധാരണ ഈ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എയർ ട്രാഫിക് കൺട്രോളർ മാത്രമല്ല ജൂനിയർ എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. അത് പലപ്പോഴും ഗേറ്റ് ത്രൂ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിലെ പല പോസ്റ്റുകളിലും മുൻകാലങ്ങളിൽ ആദ്യം പ്ലേസ്മെന്റ് ആയിട്ട് കോളേജുകളിൽ വരുന്ന കമ്പനികളായിരുന്നു. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു, ഗേറ്റിലേക്ക് മാറി. എന്നാൽ ഇപ്പോൾ ഗേറ്റ് കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാംസുകൾ, ഇതിന് എക്സാംസുകൾ മാത്രമല്ല ഉണ്ടാവുക, എക്സാംസ് പ്ലസ് എന്തുണ്ടാവാറുണ്ട്, എക്സാംസ് പ്ലസ് പേഴ്സണൽ ഇന്റർവ്യൂ, അതേപോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ കൂടി എന്ത് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ഇതിന് എക്സാംസ് പ്ലസ് പേഴ്സണൽ ഇന്റർവ്യൂ പ്ലസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നുള്ള രീതിയിലാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. 44 ഒഴിവുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പോസ്റ്റുകളൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഇത് നിലവിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വന്നത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ ഒരുപാട് അവസരങ്ങൾ ഇനിയും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ PSUകളിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ PSUകൾ എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ജോബ് പോലെയാണോ എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ഡയറക്റ്റ് ഗവൺമെന്റ് ജോബ് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് കിട്ടുന്നതിനേക്കാൾ മികച്ച ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, PSUവിൽ കിട്ടാൻ പോകുന്നത്. ഇത് ഗവൺമെന്റിന്റെ അണ്ടർടേക്കിങ്സ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ ഗവൺമെന്റ് ജോലിയല്ല എന്നുള്ളത് മാത്രം. ഇവിടെ നോക്കുകയാണെങ്കിൽ സാലറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച സാലറിയാണ്. എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ ഇത്തവണ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ സിവിൽ ബ്രാഞ്ച് കഴിഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥികളുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഏത് ഓപ്പർച്യൂണിറ്റി ചൂസ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ഈ PSUകൾ എന്ന് പറയുന്നത്. കാരണം PSUകളിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത് മിനിമം നിങ്ങൾക്കൊരു 12 ലക്ഷത്തിൽ കൂടുതലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, CTC സാലറി നിങ്ങൾക്ക് വരുന്നുണ്ടാവും. അതായത് എല്ലാം നോക്കുകയാണെങ്കിൽ ഏത് നമ്മൾ പ്ലാറ്റ്ഫോമുകൾ PSUകൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും 12 ലക്ഷത്തിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഒരു മാസം 1 lakh പ്ലസ് സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റുകളാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ. അപ്പോൾ അതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ. നിങ്ങളൊന്ന് ആലോചിക്കുക, മിക്കവാറും കേരള PSCയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ജോലിയിൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരിക്കലും 1 lakh പ്ലസ് സാലറി നമുക്ക് കിട്ടില്ല. ഇത് സാലറി കൂടാണ്ട് മറ്റനേകം അലവൻസുകളും ബെനിഫിറ്റുകളും നിങ്ങൾക്ക് PSUകളിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇനി ഒരുപാട് PSU റിക്രൂട്ട്മെന്റ് ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു PSU റിക്രൂട്ട്മെന്റിന്റെ എല്ലാ ഡേറ്റയും നിങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ PSU റിക്രൂട്ട്മെന്റുകൾ ഒരിക്കലും മിസ്സായി പോകാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഓരോ തവണ PSU നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഡേറ്റ ഒന്ന് താഴെ ഗൂഗിൾ ഫോമിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ PSUവിൽ വരുന്ന എല്ലാ നോട്ടിഫിക്കേഷനുകളും നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ബിഗ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഈ ഒരു അവസരം മിസ് ചെയ്തരുത്. ഇനി ഓൾറെഡി നിങ്ങളൊരു ജോലിയുള്ള ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ KSEBയോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആയിട്ടോ എവിടെയെങ്കിലും PWDയിലൊക്കെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ആണെന്ന് വിചാരിക്കുക. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. കാരണം ഇത്രയും മികച്ച സാലറിയോട് കൂടി ആകുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന അലവൻസുകൾ മാറും. നമ്മളൊരു ഹയർ പോസ്റ്റിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ. എപ്പോഴും നമ്മൾ ഹയർ ആയിട്ടുള്ള പോസ്റ്റുകൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ ഇത് തിരിച്ചറിയാതെ പോകരുത്. ഗേറ്റ് മാത്രമല്ല PSUകളിലേക്ക് എത്താനുള്ള വഴി. ഇത്തരം എക്സാംസുകൾ PSUകളിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിൽ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് വലിയ നമ്പർ ഒന്നും ഇല്ല കേട്ടോ. പല PSU എക്സാംസുകളിലേക്കും അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുകയാണെങ്കിൽ 25,000-ൽ താഴെ മാത്രമേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, പലപ്പോഴും പല ഓൾ ഇന്ത്യ ലെവൽ എക്സാംസുകളിലും 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ആളുകൾക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് PSUകളിൽ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം 25,000-നൊക്കെ താഴെയാണ് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു RTI നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ PSU ജോബുകളെ കുറിച്ച് കൂടുതൽ അറിയാനും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് വരുന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ PSU എക്സാംസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി. അതേപോലെ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.